വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ജൂൺ 30-ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. മനം മയക്കും നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും. ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം. ദോശ ഡൈൻ ചേലക്കര. ഫോൺ 7560904774. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധിയുമായ PI ഷാനവാസിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഒരു പ്രതിയോട് കാണിക്കുന്ന മര്യാദ പോലും പോലീസ് ഒരു ജനപ്രതിനിധിയോട് കാണിച്ചില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായാണ് പോലീസിന്റെ ഇത്തരം നടപടിയെന്നും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സംഭവത്തിൽ ജൂൺ 28 ശനിയാഴ്ച ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുവാൻ തീരുമാനിച്ചതായും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ പ്രസിഡന്റ് PI ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രി 1 മണിയോടുകൂടി പോലീസ് 2 ജീപ്പുകളിലായി നിറച്ചും പോലീസ് വന്ന് ഏകദേശം 1 മണിക്ക് ശേഷം വീടിൻ്റെ 4 പുറവും വളയുകയും അതുപോലെ തന്നെ കോണിമ്പെല്ലടിക്കുകയും ജനലിൽ കൊട്ടുകയും വാതിലിൽ മുട്ടുകയും ചെയ്തു. പോലീസ് എന്തിനാണ് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ആ വീട്ടിൽ സ്വന്തം അമ്മയും ഭാര്യയും അതുപോലെ തന്നെ മകളുടെ കുട്ടി പ്രസവിച്ച് കിടക്കുകയാണ്. ഏതാണ്ട് 10 ദിവസമായിട്ടും ആ പ്രസവിച്ച് കിടക്കുന്ന കുട്ടിയുടെ വാതിൽ പോലും ജനലിൽ പോയി മുട്ടി വിളിച്ച് ഭീഷണിപ്പെടുത്തി വളരെയധികം ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷനായിരുന്നു PI ഷാനവാസിൻ്റെ വീട്ടിൽ ഉണ്ടായത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇത് എന്തിനു വേണ്ടിയാണ് പോലീസ് പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഞാനൊരു കാര്യം പറയുന്നു. ഹൈക്കോടതി വിധി പ്രകാരം ഒരു വീട്ടിൽ കയറി വാതിൽ മുട്ടാനോ ജനലിൽ തട്ടാനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അധികാരമില്ല എന്നത് നഗ്നമായ സത്യമാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഷാനവാസിനെയും കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശബ്ദം താഴ്ത്താം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പ്രേരിതമായ ആളുകളുടെ ഉപദേശം കേട്ട് ഞങ്ങളുടെ നികുതിപ്പണം മേടിച്ച് ശമ്പളം മേടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായി എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വളരെ വികാരപരിതമായി സംസാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഷാനവാസിൻ്റെ വീട്ടിൽ കയറി വയസ്സായിട്ടുള്ള അമ്മ അതുപോലെ തന്നെ 12ഓളം സ്ത്രീകൾ അടങ്ങുന്ന കൂട്ടുകുടുംബം, തൊട്ടമുറ്റത്ത് 2-3 വീടായി കൂട്ടുകുടുംബം, അതിലൊരു ആൺതരി എന്ന് പറയുന്നതാണ് PI ഷാനവാസ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്നത്. ആ PI ഷാനവാസിനെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി വന്നപ്പോൾ ആ സ്ത്രീകൾ കയറി നിന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ഷാനവാസിനെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന രീതിയിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഷാനവാസ് ഇതിവിടെ നിങ്ങൾ പറയുന്ന രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടത്തുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കേസുകളുണ്ടാവും, ഒരുപാട് കേസുകളുണ്ടാവും. അതെല്ലാം ഈ രാജ്യത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അതിൻ്റെ ദൗത്യമാണ് ഷാനവാസ് നിർവഹിച്ചിട്ടുള്ളത്. തെറ്റുകൾ കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഒരു ഭയപ്പാടും ഇല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുന്നോട്ട് പോകുന്ന ഒരു നേതാവ്. ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ PI ഷാനവാസ് ഒരു വ്യക്തിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിടുമിടുക്കനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. ആ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന ആ പദവി നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ 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 ദുഃഖം നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഷാനവാസ് ഒരു പീഡന കേസിലെ പ്രതിയല്ല, ഒരു കൊലയാളിയല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടിച്ചുപറിക്കാരനല്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതാ, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇട്ട് നിങ്ങൾ വിളിച്ചാൽ അവിടെ എത്തുന്ന ആ ഷാനവാസ് എന്തിനു വേണ്ടിയാണ് ഈ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ ഭയപ്പാടിലാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകളെ ഭയപ്പാടിലാക്കാം എന്ന ദുരുദ്ദേശവുമായി രാഷ്ട്രീയപ്രേരിതമായ ഈ നടപടി വളരെ പ്രതിഷേധാർഹമാണ്. ഒരു കാരണവശാലും നാളുകളിൽ ഇത് സംഭവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുറപ്പിച്ചു പറയുന്നു. ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് 4 മണിക്ക് വള്ളത്തോൾ നഗർ ചെറുതുരുത്തിയിൽ വലിയ
ഒരു പ്രതിഷേധ മാർച്ചും പ്രകടനവും പൊതുയോഗവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ജനാധിപത്യ വിശ്വാസികളുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ തെറ്റായ രീതിയിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനം. ഇത് കണ്ട് നേരായ വഴിയിൽ നിങ്ങൾ സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നാളെ നടക്കുന്ന പ്രതിഷേധ യോഗത്തിൽ, പ്രതിഷേധ പ്രകടനത്തിൽ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഉണ്ടാവണം, സാന്നിധ്യം ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.